വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജേർണി വിത്ത് ഹാഷ്. നമുക്കിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്താലോ? ഇപ്പോൾ ഇവിടെ സമയം 6 മണിയാവാൻ പോകുന്നേ ഉള്ളൂ. നമുക്കിപ്പം നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ ഫ്രഷപ്പ് ഒക്കെ ആയിക്കഴിഞ്ഞു. ഇനി ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഹാളിലെ വിൻഡോ സൈഡിലെ വ്യൂ കാണിച്ചു തരാം. അങ്ങനെ ഒരുപാടൊന്നും കാണാനില്ല, പക്ഷെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന വ്യൂ ആണ്. ഞാനിപ്പോൾ ഇവിടെ 16th ഫ്ലോറിലാണ് താമസിക്കുന്നത്. അപ്പം എനിക്ക് ഇവിടെ നിന്ന് നോക്കുമ്പം ആ വ്യൂ നല്ല ഭംഗിയാണ്. അത് നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് ഞാൻ കരുതി. ഈ താഴെ കാണുന്നത് ഇവിടെ പണി നടക്കുകയാണ്. ബിൽഡിങ്സ്, മോൾ, സ്കൂളിനൊക്കെ വേണ്ടി അവരുടെ പ്ലേസ്, എൻജോയ് പ്ലേസ് എടുത്തിട്ട് അവരിപ്പം വർക്ക് നടത്തുകയാണ്. രാവിലെ തന്നെ വർക്കേഴ്സ് ഒക്കെ എത്തി അവരുടെ ജോബ് ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന ഒരു വ്യൂ ആ നല്ല രസമാണ്. ആ നടുക്ക് കാണുന്നത് വില്ലയാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ടോപ്പ് 100 എന്ന് പറയും. ഇതിന്റെ നടുക്ക് കാണുന്നതും വില്ല തന്നെയാണ്. ഇത് വേറെ ഒന്നുമല്ല, ഞാനും സൂര്യനും കൂടി ഒരു ഫോട്ടോഷൂട്ട് നടത്താൻ നോക്കിയതാ. പക്ഷെ സൂര്യൻ അങ്ങോട്ട് എനിക്ക് ഫോക്കസ് ആവുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ നൈസായിട്ട് ആ പരിപാടി അങ്ങ് നിർത്തി. ഇത്രയേ ഉള്ളൂ ഈ ഒരു ജസ്റ്റ് ഒരു വ്യൂ എന്ന് പറയുന്നത്. പിന്നെ ഈ അപ്പാർട്ട്മെന്റിന് തന്നെ താഴെ 2 സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. അപ്പം മോർണിംഗ്, ഈവനിങ് അങ്ങനെ ടൈമിലൊക്കെ ആൾക്കാർ വന്ന് നിൽക്കാറുണ്ട്. നമുക്കും പോയി നിൽക്കാവുന്നതാണ്. പിന്നെ ഈ കാണുന്നത് ഞാൻ ഇവിടുന്ന് മേടിച്ച എൻ്റെ ഒരു അപ്ഡേറ്റഡ് വെർഷൻ ആയിട്ടുള്ള ഒരു ഡ്രീം ക്യാച്ചറാണ്. ഈ ഡ്രീം ക്യാച്ചറിന്റെ നടുക്ക് ഒരു ഏഞ്ചൽ ഉണ്ട്, ഒരു ഗാർഡിയൻ ഏഞ്ചലിനെയൊക്കെ പോലെ ഒരു രസമാണ്. എനിക്ക് കണ്ടപ്പോൾ നല്ലൊരു വെറൈറ്റി മോഡൽ പോലെ തോന്നി, അങ്ങനെ എടുത്തേ. ഇനി നമ്മുടെ മെഡിറ്റേഷൻ ടൈമാണ്. മൈൻഡ് ഒന്ന് റിഫ്രഷ് ആക്കാൻ ഏറ്റവും നല്ലതാണ് ഈ ഒരു മെഡിറ്റേഷൻ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഒരു ദിവസം ഒരു 15 മിനിറ്റ് ഞാൻ എനിക്കായിട്ട് മാറ്റുന്ന ടൈമാണ് ഈ മെഡിറ്റേഷൻ. ഇനി നമ്മുടെ സ്ഥിരം പരിപാടി തൂക്കൽ. തൂത്ത് വൃത്തിയാക്കി കഴിയുമ്പോഴേക്കും ദാണ്ടെ ജോയൽ റെഡിയായി പോകാനായിട്ട്. അപ്പം എനിക്ക് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ജോയൽ പോവുകയാണ്. പക്ഷെ എനിക്ക് ടൈമില്ല. എനിക്ക് ലഞ്ചിനുള്ള ചോറും കൂട്ടാനും ഒക്കെ റെഡിയാക്കണം. അപ്പം ഞാൻ ചോറ് ഓൾറെഡി കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇനി ഒരു മെഴുക്ക് പുരട്ടി വെക്കണം. അത് ചീരയാണ് പെട്ടെന്ന് റെഡിയാക്കാൻ ഞാൻ എടുത്തു വെച്ചേക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ. രാവിലെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കത്തില്ല, വേറെ ഒന്നും കൊണ്ടല്ല. ജോയൽ അങ്ങനെ ഒരു മോർണിംഗ് പേഴ്സൺ അല്ല ഫുഡ് കഴിക്കാൻ. ഒരു 7:30 ആകുമ്പം ഇവിടുന്ന് ഇറങ്ങണം. അപ്പം 7 മണിക്ക് അല്ലെങ്കിൽ 6:30 ഫുഡ് കഴിക്കുക എന്ന് പറയുന്ന ആൾക്കൊരു ടാസ്ക്കാണ്. അതുകൊണ്ട് രാവിലെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല. പക്ഷെ അവധിയുള്ള ഹോളിഡേയ്സ്, സാറ്റർഡേ സൺഡേയിലൊക്കെ ഫുള്ളി കഴിക്കും. ആ സമയത്തായിരിക്കും ഞങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കുക. ഇതിപ്പോൾ ഞാൻ എനിക്കുള്ള ഓട്സ് പ്രിപ്പയർ ചെയ്യാണ്. കാരണം എനിക്ക് മാത്രം എന്തെങ്കിലും തട്ടിക്കൂട്ടിയാൽ മതിയല്ലോ. അതുകൊണ്ട് ഇപ്പം നമുക്ക് എന്താ ഓൺലൈനിൽ നോക്കി ഒരുപാട് കാണാമല്ലോ, ഓട്സ്, സ്മൂത്തീസ്, ഓവർനൈറ്റ് ഓട്സ്. അപ്പം അതിലേതെങ്കിലുമൊക്കെ ആയിരിക്കും ഞാൻ എനിക്ക് വേണ്ടി ഒന്ന് റെഡിയാക്കുന്നത്. കുറച്ച് നട്ട്സൊക്കെ ഇട്ട്, ആപ്പിൾസും എല്ലാം കൂടി അരിഞ്ഞിട്ട് ഒരു സ്മൂത്തി, ഒരു ഓട്സ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇനി നമുക്ക് തിരുവാതിര പ്രാക്ടീസിന് പോകണം. ലഞ്ചിനും എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം 10 മണിക്കാണ് തിരുവാതിര പ്രാക്ടീസ്. അപ്പം അധികം വൈകാൻ പാടില്ല. ഇവിടുന്ന് ഗ്രാബ് ബുക്ക് ചെയ്തിട്ട് ദൂത്താമസ് എന്ന് പറയുന്ന വില്ലയാണ് അവിടെ പോയി 2 പേരെ പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക്. ഈ പ്രാക്ടീസ് നടക്കുന്ന വീട് സുക്കാജാടിയിലാണ്. അപ്പം അവിടെ പോകണം. അപ്പം ഗ്രാബ് എന്ന് പറയുന്നത് ഇവിടെ ടാക്സി ഒക്കെ ബുക്ക് ചെയ്യുന്ന ഒരു ആപ്പാണ്. നമുക്കത് ബുക്ക് ചെയ്ത് പോകാം. അങ്ങനെ നമ്മൾ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് വീട് ലോക്ക് ചെയ്തിട്ട് ഗ്രാബ് ബുക്ക് ചെയ്യണം. എന്നിട്ട് വേണം താഴെ ചെന്ന് നിൽക്കാൻ. അപ്പം നമുക്ക് പെട്ടെന്ന് പോകാം. ഡ്രസ്സ് ചെയ്ത് ഇങ്ങോട്ട് വന്ന് വിൻഡോ സൈഡ് ഒന്ന് നോക്കിയപ്പോഴാണ് മഴ കാണുന്നത്. ഭയങ്കര മഴയായിരുന്നു. നമുക്ക് പുറത്തോട്ടൊന്ന് കാണാൻ പോലും പറ്റുന്നില്ല. എനിക്ക് വീഡിയോ കാണാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് നമുക്ക് മൂടിക്കിടക്കുകയാണ്, മഞ്ഞു പോലെയൊക്കെ മൂടിക്കിടക്കുകയാണ്. അത്രയ്ക്ക് മഴയും കാറ്റുമാണ്. പക്ഷെ ഇവിടെ ഉള്ളവർക്കൊന്നും ഇത് വലിയ കാര്യമല്ല. ബാത്താമിലും, അതായത് ഇന്തോനേഷ്യയിലും സിംഗപ്പൂരും മലേഷ്യ എന്നീ രാജ്യങ്ങളിൽ ഒരു 365 ദിവസം ഉണ്ടെങ്കിൽ അത്രയും ദിവസം മഴ പ്രതീക്ഷിക്കാവുന്ന ഒരു രാജ്യമാണ്. അവർക്ക് അതുകൊണ്ട് ഇതൊന്നും വലിയ എക്സ്പീരിയൻസ് ഒന്നുമല്ല. അവര് മഴയാണെങ്കിലും അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ അവർ പുറത്തു പോകും, അത്രേ ഉള്ളൂ. അപ്പം നമുക്കും ആ ഒരു രീതിയാണ്. ഇപ്പം നമുക്കും നമ്മുടെ കാര്യം നോക്കണം. കണ്ട എൻ്റെ ഡ്രീം ക്യാച്ചറൊക്കെ കിടന്ന് പറക്കുന്നത്, അത്രയ്ക്കും നല്ല കാറ്റാണ്.
സത്യം പറഞ്ഞാൽ നമുക്ക് പുറത്ത് പോകാൻ തോന്നത്തില്ല, ഒരു ചെറിയ പേടി തോന്നും. പക്ഷെ ഇപ്പം ഇവിടെ നിന്ന് നമ്മളും അതിനൊരു അഡാപ്റ്റഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വെയിൽ വരുമ്പോൾ അതികഠിനമായ നല്ല ചൂടുമാണ് ഇവിടെ. ഈ മഴ പെട്ടെന്ന് മാറുകയും ചെയ്യും, വെള്ളവും പോവും, പെട്ടെന്ന് വെയിൽ പോലത്തെ ഒരു പ്ലേസും ആവും. അങ്ങനെ നമ്മൾ അപ്പാർട്ട്മെന്റിന്റെ താഴെ എത്തി. അപ്പം ചെറുതായിട്ടൊന്ന് മഴ കുറഞ്ഞ പോലെ ഒന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഗ്രാബിൽ ബുക്ക് ചെയ്ത കാർ എത്തിയിട്ടുണ്ട് നമ്മളെ പിക്ക് ചെയ്യാൻ. അങ്ങനെ നമ്മൾ ഗ്രാബിലെ കാറിൽ കയറി ഇപ്പം ദൂത്താമസിലോട്ട് പോവാണ്. അവിടെ ചെന്നിട്ട് നമുക്ക് ഡാൻസ് ടീച്ചറെയും പിക്ക് ചെയ്യണം, ഒരു സ്റ്റുഡൻറ്റിനെയും പിക്ക് ചെയ്യണം. ഡാൻസ് ടീച്ചർ ഇല്ലാതെ നമുക്ക് തിരുവാതിര പ്രാക്ടീസ് നടക്കത്തില്ലല്ലോ. അപ്പം മുഖ്യം ഡാൻസ് ടീച്ചറാണ്. ഇനി നമ്മൾ ഈ വളവ് കഴിഞ്ഞ് നേരെ ചെല്ലുന്നത് ഈ ദൂത്താമസി വില്ലയിൽ കയറുന്ന പ്രൈവറ്റ് ആയിട്ടുള്ള വെഹിക്കിൾസിന്, അല്ലെ നമുക്കൊക്കെ കയറി ചെല്ലാൻ പറ്റുന്ന. പക്ഷെ ഇതിന്റെ അപ്പുറത്ത് വേറൊരു എൻട്രിയും കൂടി ഉണ്ട്. അതെന്ന് പറയുന്നത് ഈ ദൂത്താമസ് വില്ലയിൽ താമസിക്കുന്നവർക്ക് പ്രവേശിക്കാനുള്ള എൻട്രിയാണ്. അവർക്കാണെങ്കിൽ ഒരു ആക്സസ് കാർഡ് കൊടുത്തിട്ടുണ്ട്. അത് ആ ഗേറ്റിന്റെ അവിടെ ഒരു മെഷീൻ വെച്ചിട്ടുണ്ട്. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എൻട്രി എളുപ്പമാണ്. പക്ഷെ നമുക്ക് ആ ആക്സസ് കാർഡ് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ഇങ്ങനത്തെ ഒരു എൻട്രി വച്ചേക്കുന്നത്. പക്ഷെ നമ്മൾ ഇതിന്റെ അകത്തോട്ട് കയറുമ്പോൾ വേറൊരു എൻട്രി പോയിന്റും കൂടി ഉണ്ട്. അവിടെ പക്ഷെ രണ്ടായിട്ടാണ് വെച്ചേക്കുന്നത്. ഒന്ന് പ്രൈവറ്റ് വെഹിക്കിൾസിന് പോകാനുള്ള ഗേറ്റും മറ്റൊന്ന് ആ വില്ലയിലുള്ളവർക്ക് പോകാനുള്ളതാണ്. വില്ലയിലുള്ളവർക്ക് ജസ്റ്റ് ആ കാർഡ് ആ മെഷീനിൽ ടാപ്പ് ചെയ്തിട്ട് കയറിപ്പോവാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഇരിക്കുന്ന വാച്ച്മാനോട് ശരിക്കും ഏത് വില്ലയിലാണ് പോകേണ്ടത്, ഏത് ഹൗസ് നമ്പർ, ഡീറ്റെയിൽസ് കൊടുത്താൽ മാത്രമേ നമ്മൾ അവരകത്ത് കയറ്റൂ. അങ്ങനെ നമ്മൾ അവരെയും പിക്ക് ചെയ്തിട്ടാണ് തിരിച്ചു വരുന്നത്. ഇത് ഞങ്ങളുടെ ചെറിയ തിരുവാതിര പ്രാക്ടീസിന് ഒരു ഷോർട്ട് വീഡിയോ ആണ്. പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങള് ഗ്രാബ് ബുക്ക് ചെയ്തു. അവരെ ആദ്യം ഇറക്കി ദൂത്താമസിൽ. അതിനുശേഷം ഞാൻ തിരിച്ച് എൻ്റെ അപ്പാർട്ട്മെന്റിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എൻ്റെ അപ്പാർട്ട്മെന്റിലോട്ട് പോകുന്ന വഴിയിലെ സൈഡിലെ കടകളൊക്കെയാണ്. ഒരുവിധപ്പെട്ട കടകളെല്ലാം ഇവിടെ ഉണ്ട്. നമുക്ക് പെട്ടെന്ന് അവൈലബിൾ ആണ് എന്തെങ്കിലും ഒരു കാര്യം അത്യാവശ്യമായിട്ട് വേണമെങ്കിൽ. ഇനി ഇതൊന്ന് കുറച്ച് കഴിയുമ്പോഴായിട്ടാണ് നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ തൊട്ട് താഴെയുള്ള ആ പണി നടക്കുന്ന ആ വർക്ക് പ്ലേസ് കാണാം. അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഈ അപ്പാർട്ട്മെന്റ്. അതിന്റെ ചെറിയൊരു വ്യൂ ഞാൻ കാണിച്ചു തരാം അപ്പാർട്ട്മെന്റിന്റെ. ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെന്റ്. ഗ്രാബ് ഡ്രൈവർ എന്നെ അപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടിലോട്ട് ഡ്രോപ്പ് ചെയ്തു. ഇത് നമ്മുടെ ലിഫ്റ്റിന്റെ ആ ഭാഗത്തുള്ളൊരു വ്യൂ ആണ്. അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് റൂമിലോട്ടൊന്ന് കയറണം, പിന്നെ നേരെ പോയി കുളിക്കണം, ഫുഡ് കഴിക്കണം. അതാണ് മെയിൻ കാര്യം, കാരണം വിശന്നിട്ട് വയ്യ. അപ്പം നമ്മൾ റൂമിൽ എത്തി. ഇനി നമുക്കൊന്ന് ഫ്രഷ് ആവണം. അപ്പം ഞാൻ പോയി പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് വരാം. അങ്ങനെ നമ്മൾ കുളിയൊക്കെ പാസ്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. ഇത്രയേ ഉള്ളൂ നമുക്ക് ലഞ്ചിന്. ചിക്കൻ ഫ്രൈയും ചമ്മന്തി പൊടിച്ചതും പിന്നെ ഒരു ചീര മെഴുക്ക് പുരട്ടി. പ്രാക്ടീസിനൊക്കെ പോകുന്നതുകൊണ്ട് ഒരുപാട് ഉണ്ടാക്കാനുള്ള ടൈമൊന്നുമില്ല. ലഞ്ചിന് ജോയൽ വന്നില്ല.
പുള്ളിക്ക് അവിടെ മീറ്റിംഗ് ആണെന്നാണ് പറയുന്നത് ഞാൻ മെസ്സേജ് ചെയ്ത് ചോദിച്ചപ്പം. അപ്പം ലഞ്ച് ടൈമിൽ ലഞ്ച് കഴിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ലഞ്ച് കഴിച്ചു. ഇടയ്ക്ക് വെച്ച് നമ്മൾ എവിടെ മിസ്സായി പോയി അല്ലേ? വേറെ ഒന്നുമല്ല, ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ വീട്ടുകാരെ വിളിച്ചു. പിന്നെ അതിനുശേഷം എന്നെ ഉറക്കത്തിൻ്റെ മാടി വിളിച്ചു. അപ്പോഴേക്കും ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് മയങ്ങാൻ പോയി. ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും സമയം നല്ല രീതിയിൽ ലേറ്റായി. അപ്പം എഴുന്നേറ്റപ്പോൾ നല്ല ക്ഷീണമായിരുന്നു. ആ ഉറക്കം ഒന്ന് വിട്ട് മാറുന്നില്ല ഇനിയെന്ന്. അപ്പം ഞാൻ കരുതി ഒരു കോഫി ഇട്ട് കുടിക്കാന്ന്. കോഫിയൊക്കെ ഇട്ടു. ഈ ബ്ലാക്ക് ഗ്ലാസ് ഉണ്ട്, നല്ല രസമല്ലേ കാണാൻ? എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഇതിന്റെ തന്നെ ഒരു ബൗളും ഒരു പ്ലേറ്റും ഒക്കെ എനിക്കുണ്ട്. ഒരു പ്രത്യേക ഭംഗി എനിക്ക് തോന്നാറുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ കാണുന്ന കണ്ടോ, രാവിലെ മഴ പെയ്ത പ്ലേസ് ആണെന്ന് പറയോ? ഇല്ല, അതുപോലെയാണ് പെട്ടെന്നാണ് മാറുന്നത്. ഈവനിങ് ആയിപ്പം ചെറിയ വെയിലും നല്ലൊരു ക്ലൈമറ്റ് ആയില്ലേ? അതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. കുറെ നേരമല്ല നമ്മൾ റൂമിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഞാൻ കരുതി താഴോട്ടൊക്കെ ഒന്ന് പോകാമെന്ന്. താഴെ 2 സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് അവിടം വരെയൊക്കെ ഒന്ന് പോയിട്ട് വരാം. എന്താ, നമ്മൾ ഒറ്റയ്ക്ക് ലിഫ്റ്റിനകത്താണ്. ചില സമയങ്ങളിൽ ഭയങ്കര ക്രൗഡായിരിക്കും. എന്റെ ട്രിപ്പ് കൊടുക്കാൻ നിൽക്കുന്നില്ല. ഇതാണ് അപ്പാർട്ട്മെന്റിന്റെ ഒരു ബാക്ക് സൈഡ് വ്യൂ എന്ന് പറയാം. ഈ അപ്പാർട്ട്മെന്റിന്റെ ഫുൾ ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് പോകുമ്പോഴാണ് ഒരു സ്വിമ്മിംഗ് പൂള്. അവരവിടെ ഒരു ബോർഡ് വെച്ചേക്കാണ്, ക്ലീനിങ് എന്തോ നടക്കുവാന്ന് തോന്നുന്നു. ഇപ്പം നമുക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. എന്തായല്ലേ, സ്വിമ്മിംഗ് പൂളിന്റെ അവിടോട്ട് പോകാന്ന് പറഞ്ഞ് പോയിട്ട് നമുക്ക് സ്വിമ്മിംഗ് പൂളിന്റെ ആ ഭാഗത്തോട്ടേ പ്രവേശിക്കാൻ പറ്റിയില്ല. അവിടെ ക്ലീനിങ് ആയിരുന്നു ഒരു സ്വിമ്മിംഗ് പൂളിന്റെ അവിടെ. മറ്റിടത്ത് പോകാമെന്ന് കരുതിയപ്പം അവിടെ ഫുൾ ആൾക്കാരെ എൻജോയ്മെന്റ് പരിപാടിയായിരുന്നു. അതായത് അവർ കുളിക്കുക, കളിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ക്യാമറയും കൊണ്ട് പോകുന്നത് ഒരു നല്ല കാര്യമല്ലെന്ന് എനിക്ക് തോന്നി. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴായിരുന്നു ജോയൽ വന്നത്. പിന്നെ ജോയലിൻ്റെ ഒരു കൊളീഗും ഉണ്ടായിരുന്നു. അപ്പം അവരുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ക്യാമറ അങ്ങോട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ ഫുഡൊക്കെ കഴിച്ചു. ഇതാ ഇപ്പം വീട്ടിലോട്ട് എത്തിയതേ ഉള്ളൂ. അപ്പം ആ ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തുനിന്ന് നേരെ വീണ്ടും നമ്മൾ റൂമിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത്. അപ്പം ഫുഡൊക്കെ കഴിച്ചിങ്ങ് എത്തിയതുകൊണ്ട് ഇപ്പം ഞങ്ങൾ നേരെ കിടന്നുറങ്ങാനുള്ള പരിപാടിയിലാണ്. ഒന്ന് ഫ്രഷപ്പ് ആവണം, അതിനുശേഷം ചെന്ന് ബെഡിലോട്ട് കിടക്കണം. കാരണം നാളെ ജോലിക്ക് പോകണം ജോയലിന്. അപ്പം അധികം ലേറ്റ് ആവാനും പറ്റില്ല. സോ ഇന്നത്തെ എൻ്റെ എ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ. എൻ്റെ ഈ ജേർണി നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് കരുതുന്നു, ഈ ഡേ ഇൻ മൈ ലൈഫിലെ ഈ ജേർണി. അപ്പം ഈ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.